ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ഇതുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, നമ്മുടെ രാമചന്ദ്രൻ്റെ ഫുഡ് കോർട്ടിലാണ് ഉള്ളത്. ഇത് അട്ടക്കുളങ്ങര രാമചന്ദ്രൻ്റെ 5th ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടാണ്. രാമചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. എല്ലാം ഷോപ്പ് ചെയ്ത് മടുത്ത് തളർന്ന് വരുന്നവർക്ക് ഒരു വിശാലമായൊരു ഫുഡ് കോർട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടില്ലേ, നല്ല ചൂട് എഗ് പപ്സും ചിക്കൻ പപ്സൊക്കെയാണ് അടുക്കി വെച്ചേക്കുന്നത്. എല്ലാം ലൈവ് പ്രിപ്പറേഷനാണ്. എല്ലാം നമുക്ക് കാണാൻ കഴിയും അവർ മേക്ക് ചെയ്യുന്നതെല്ലാം. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു ടീയും ഒരു കോഫിയും 2 എഗ് പപ്സും ആയിരുന്നേ. ഒരു രാവിലെ 10-11 മണി നേരത്താണേ. എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഇതായി ചേച്ചി ഓർഡർ എടുത്തു. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എഗ് പപ്സ് എത്തി. കണ്ടില്ലേ, ചൂട് എഗ് പപ്സ് അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഒന്നും കഴിക്കണം മേടിക്കണമെന്ന് വെച്ചൊന്നും അല്ല പോയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിയിട്ടാണ് പോയത്. ഇവിടെയാണ് അവരുടെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവരുടെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അവിടെ കയറുമ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങോട്ട് വന്നു പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു കോഫിയും ഒരു ടീയും 2 എഗ് പപ്സുമായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. കഴിക്കാനൊക്കെ നല്ല വിശാലമായ സ്ഥലമുണ്ട്. കണ്ടില്ലേ, രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഒരു 10 മണി നേരത്തെ ഈ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നമ്മളെ അർത്തനെക്കൂട്ട് സ്കൂളിലാക്കിയിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടാറുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്താ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഗ്ലാസ്സിലൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. നേരത്തെ കുടിച്ചതിൻ്റെ പാടൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പണ്ട് അവർ ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാ സ്റ്റീൽ ഗ്ലാസ്സാക്കി. അങ്ങനെ എഗ് പപ്സ് കഴിച്ച് നോക്കി. ആവറേജ് അത്രേ പറയാനുള്ളൂ. അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന എഗ് പപ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഗ്ഗിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി ടൈപ്പ് കറി കാണും. ഇതൊന്നും ഇതിനകത്ത് വലിയ ഫില്ലിംഗ് ഇല്ല, കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഒരു കടി അടിച്ചു, 2 കടി അടിച്ചു. അപ്പോൾ ഏട്ടനപ്പുറത്ത് കൊതിവിട്ടിരിക്കുകയില്ലേ, ബാക്കി ഏട്ടന് കൊടുത്തു. അങ്ങനെ നമ്മളതെല്ലാം ഫിനിഷ് ചെയ്തു. കോഫിയും കുടിച്ചു, ചായയും കുടിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തും അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരുവിധം എല്ലാം കിട്ടും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.